റഫയിൽ ഇസ്രായേലിന്റെ നരനായാട്ട് ശക്തിയാർജിച്ചപ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം തലക്കെട്ടുകൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഹൂത്തികളും ഹിസ്ബുള്ളയും. ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കുമെന്നാണ് ഇരുവിഭാഗവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ 4ാം ഘട്ട ആക്രമണം തുടങ്ങിയെന്ന് ഹൂത്തികൾ പ്രഖ്യാപിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുമെന്നത് തീർച്ചയാണ്. ഇസ്രായേലിന് ഊഹിക്കാൻ കഴിയുന്നതിനുമപ്പുറത്തുള്ള ആക്രമണമായിരിക്കും ഉണ്ടാവുകയെന്ന് ഹൂത്തി വക്താവ് യഹിയ സരിയ ടെലിവിഷനിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേൽ ഈ വെല്ലുവിളിയെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നത് നിർണായകമാണ്. ഇക്കാര്യത്തിൽ ഇസ്രായേലിനും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും പുതിയ മുന്നറിയിപ്പ് നൽകുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സയനിസ്റ്റുകൾക്കെതിരായ ആക്രമണത്തിന്റെ 4ാം ഘട്ടം 2 ഭാഗങ്ങളായിട്ടാണ് ഹൂത്തികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യം മെഡിറ്ററേനിയൻ കടലിൽ ഉൾപ്പെടെ ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. മുന്നറിയിപ്പുകളെ അവഗണിച്ച് റഫയിൽ ഇസ്രായേലിന്റെ വംശഹത്യ കൊടുമ്പിരി കൊള്ളുകയാണെങ്കിൽ ആക്രമണത്തിന്റെ അടുത്ത രംഗം കൂടുതൽ കലുഷിതമായിരിക്കും. ഇസ്രായേലിലേക്ക് സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ എല്ലാ കപ്പലുകളെയും ആക്രമിക്കാനാണ് ഹൂത്തികളും ഹിസ്ബുള്ളയും ലക്ഷ്യമിടുന്നത്. മെഡിറ്ററേനിയൻ കടൽ വഴി ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഹൂത്തികൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വിലക്ക് ലംഘിച്ച കപ്പലുകളെ സംബന്ധിച്ച പുതിയ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്ന് യഹിയ സരിയ വ്യക്തമാക്കി. ഹൂത്തികൾ ഗസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതും കേവലം ജനപ്രീതി നേടാനല്ല, മറിച്ച് പ്രയോഗത്തിൽ വേരൂന്നിയ ഒരു നിലപാടാണത്. തങ്ങളുടെ ലക്ഷ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കാൻ യമൻ ജനത പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഒരു വഴി ലഭിക്കുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രായേലി ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഗസയിൽ പോകുമെന്നും ഹൂത്തി വക്താവ് ചൂണ്ടിക്കാട്ടി. ഫലസ്തീൻ ജനതയെ പിന്തുണച്ച് 5ാമത്തെയും 6ാമത്തെയും ഘട്ടങ്ങൾക്കായി കാര്യമായ തയ്യാറെടുപ്പുകളും ഹൂത്തികൾ നടത്തുന്നുണ്ടെന്ന് യഹിയ സരിയ വ്യക്തമാക്കി. വടക്കൻ ഇസ്രായേലിലുള്ളവർ വീട്ടിലേക്ക് തിരിച്ചു വരരുതെന്നും ആക്രമണം ശക്തമാക്കുമെന്നും ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രുള്ളയും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വീട്ടിലേക്ക് തിരികെ വരുന്നത് അപകടമാണെന്നും തങ്ങൾ ആക്രമണം ശക്തമാക്കുമെന്നും ഹിസ്ബുള്ള അറിയിച്ചു. ഗസയിലെ വെടിനിർത്തൽ നീളുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് നേരത്തെ ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചെങ്കടൽ വഴിയും മെഡിറ്ററേനിയൻ വഴിയും പോകുന്ന ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കും. തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നിടത്തെല്ലാം ഇസ്രായേലിന്റെ കപ്പലുകൾ സുരക്ഷിതമാകില്ലെന്നുമായിരുന്നു മുന്നറിയിപ്പ്. 4ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഹൂത്തികളുടെ തീരുമാനത്തെ പ്രകീർത്തിച്ച് ഹമാസ് രംഗത്തു വന്നു. വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഫലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയാണ് ഹൂത്തികൾ. അതേസമയം ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ്. ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 30,173 79,061 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ 14,500 പേർ കുട്ടികളാണ്. 10,000-ഓളം പേരെ കാണാതായിട്ടുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 124 കുട്ടികളടക്കം 498 പേർ കൊല്ലപ്പെടുകയും 4,950 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.